ണിഞ്ഞിവനെന്നുമേവം രൂപം തൊതിയ മകതാരി വിളങ്ങിടട്ടെ, നിന്നാമമെന്നുമുരിയാടുവതായി വരട്ടെ, കാണായി വരട്ടെ സതതം തവ പാദയുഗ്മം, കാണായി വരട്ടെ സതതം തവ പാദയുഗ്മം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ശുംഭൻ നിശുംഭൻ അങ്ങനെ രണ്ട് അസുരന്മാർ അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷമായപ്പോൾ മരണം പാടില്ല എന്നൊക്കെ അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് മരണമില്ല എന്നുള്ളതായൊരു വരം കൊടുത്തില്ല. ബ്രഹ്മാവ് പറഞ്ഞു ഈ പറഞ്ഞതായ വരങ്ങളൊക്കെ മരണം പാടില്ല എന്നുള്ളതായ വരണം, അങ്ങനെ ഒരു വരം പതിവില്ല. കാരണം ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവസ്യ ജന്മ, അതായത് മരിച്ചാൽ ജന്മവും ജനിച്ചാൽ മരണവും രണ്ടുമുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് സത്യത്തിൽ ഈ ശരീരത്തിൻ്റെതായൊരു മാറ്റമാണ്. അതുകൊണ്ട് അസുരന്മാരെ മരണമില്ല എന്നുള്ളതായ ഒരു വരം തരാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പൂർവ്വത്തിലുള്ള അസുരന്മാർ ചോദിച്ച വരങ്ങളൊക്കെ ചിന്തിച്ചു. അങ്ങനെയാണ് മഹിഷാസുരൻ ചോദിച്ചതായ വരം, സ്ത്രീ പ്രജ മാത്രമേ ഞങ്ങളെ വധിക്കാവൂ എന്നുള്ളതായൊരു വരം ഈ ശുംഭനിശുംഭന്മാരും ചോദിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ആ വരം കൊടുത്തു. തഥാസ്തു. ആ വരം കിട്ടിയതോടുകൂടി അസുരന്മാർക്ക് മരണമില്ല എന്ന ചിന്തയായി. മരണമില്ല എന്ന് തോന്നുന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തൻ. കാരണം എന്താ? ഭയം തീരെയില്ല. അതുകൊണ്ട് ദേവന്മാരുടെ ലോകം, ഇന്ദ്രൻ ലോകം ഒക്കെ ശുംഭനിശുംഭന്മാർ ആക്രമിച്ചു. അവർക്കതിൽ സഹായമായിക്കൊണ്ട് പല വിധത്തിലുള്ളതായ അസുരന്മാരും ഒപ്പം വന്ന് ചേർന്നു എന്നാണ്. അങ്ങനെ ശുംഭനും നിശുംഭനും ദേവലോകമൊക്കെ കീഴടക്കി. ദേവന്മാർക്ക് ഈ ശുംഭനിശുംഭന്മാരിൽ നിന്നും തങ്ങളുടേതായ സ്വർഗ്ഗലോകം തിരിച്ചു കിട്ടാനായിക്കൊണ്ട് എന്താണ് മാർഗം എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ബൃഹസ്പതിയിടത്തിൽ ദേവഗുരുവായ ബൃഹസ്പതി ദേവിയെ ഉപാസിക്കാനായിക്കൊണ്ട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ദേവന്മാരെ അവരും ചേർന്ന് ദേവിയെ തപസ് ചെയ്തു. തപസ് ചെയ്യുന്ന സമയത്ത് ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി. അസുരന്മാരായ ശുംഭനിശുംഭന്മാരെ ഒതുക്കിത്തരണം എന്നൊക്കെയുള്ളതായ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ദേവി അവരെ അതിനായിക്കൊണ്ട് അനുഗ്രഹിച്ചു. അങ്ങനെയുള്ളതായ ദേവി പിന്നീട് വനാന്തരത്തിലായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ആ വനാന്തരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെന്നില്ലാതെ ഉച്ചത്തിൽ ഗർജിച്ചു എന്നാണ്. ദേവിയുടെ ഗർജനം കേട്ട് ശുംഭനിശുംഭന്മാരും മറ്റ് അസുരന്മാരുമൊക്കെ പേടിച്ചു. ശുംഭനിശുംഭന്മാരെ കേട്ടതായ ഈ ഗർജനത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്നൊക്കെ അറിയാനായിക്കൊണ്ട് തങ്ങളുടേതായ മന്ത്രിയായിട്ടുള്ളതായ സുഗ്രീവനെ പറഞ്ഞയച്ചു. സുഗ്രീവൻ അന്വേഷിച്ചു ചെന്ന് ദേവിയുടേതായ ആ രൂപം കണ്ടപ്പോൾ എന്തെന്നില്ലാതെ ഹഠാത് ആകർഷിക്കപ്പെട്ടു. ആ ദേവിയുമായിട്ട് ചർച്ചയൊക്കെ ആരംഭിച്ചു. വളരെ സുന്ദരിയായിട്ടുള്ളതായ സൗന്ദര്യമുള്ളതായ നാരി സ്ത്രീ ആയതുകൊണ്ട് ശുംഭനിശുംഭന്മാരിൽ ശുംഭന് ഏറ്റവും അനുയോജ്യയായ ഭാര്യയായിരിക്കും. അതുകൊണ്ട് ശുംഭൻ്റെ മഹത്വമൊക്കെ അവിടെ വളരെ വിശദമായിട്ട് ഈ സുഗ്രീവൻ അറിയിച്ചു. ത്രൈലോക്യാധിപതിയാണ്, ദേവന്മാർ പോലും വീട് പണി ചെയ്യുന്നതാണ് ശുംഭൻ്റെ. അതുകൊണ്ട് അങ്ങനെയുള്ള ശുംഭൻ്റെ ഭഗ്നിയായിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്താണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ദേവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ, പക്ഷേ ഞാനൊരു ചെറുപ്പത്തിൽ തന്നെ അവിവേകം കൊണ്ടെന്ന് പറയാം, ഞാനൊരു നിബന്ധന, ഒരു ശപഥമെടുത്തിട്ടുണ്ട്. ശപഥം ഇതാണ്: എന്നെ ഏത് പുരുഷനാണോ യുദ്ധത്തിൽ ജയിക്കുന്നത്, ആ എന്നെ യുദ്ധത്തിൽ ജയിക്കുന്ന പുരുഷനെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. അങ്ങനെയുള്ളതായ ഒരു നിബന്ധനയുണ്ട്. അതുകൊണ്ട് നിൻ്റെയൊക്കെ നേതാവായ ശുംഭനെ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം? എന്നോട് യുദ്ധത്തിനായിട്ട് വരാൻ പറയും. യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് അത് ശുംഭൻ്റെ അവസാനമായിരിക്കും എന്നും പറയുന്നത്. സുഗ്രീവൻ ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇന്ന് ശുംഭനിശുംഭന്മാരോട് ഈ വസ്തുതകൾ പറഞ്ഞു. ഉടനെ തന്നെ ശുംഭനിശുംഭന്മാരിൽ നിശുംഭൻ ഈ ദേവിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ താഴെയായ അനുചരന്മാരുള്ളവരെ പറഞ്ഞയക്കാം. അങ്ങനെയാണ് ധൂമ്രലോചനൻ എന്നുള്ളതായ അസുരനെ ശുംഭനിശുംഭന്മാരെ ചട്ടം കെട്ടി. ധൂമ്രലോചനൻ വലുതായ സന്നാഹങ്ങളോടുകൂടി വന്നു. ആദ്യമൊക്കെ ദേവിയോട് സാമദാന ഭേദദണ്ണം എന്ന നിലയ്ക്ക് സാമവും ദാനവും ഒക്കെ പറഞ്ഞു നിർത്തി.
ദേവി ഈ ധൂമ്രലോചനൻ്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ധൂമ്രലോചനൻ പെട്ടെന്ന് യുദ്ധം ആരംഭിച്ചു. ദേവിയുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ച സമയത്ത് അധിക സമയം ധൂമ്രലോചന ജീവിക്കേണ്ടി വന്നില്ല. ദേവി ഹും എന്നുള്ളതായ ഒരു മന്ത്രം ഉച്ചരിച്ചു, ഹുങ്കാരം. ആ ഹുങ്കാരത്തിൻ്റെ മന്ത്രം കേട്ടതോടുകൂടി തന്നെ ധൂമ്രലോചനൻ ഇല്ലാതെ ഭസ്മമായിട്ട്, കത്തി ഭസ്മമായിട്ട് തീർന്നു എന്നാണ്. അതറിഞ്ഞതായ ശുംഭനിശുംഭന്മാരെ ക്രോധാഭിഷ്ടന്മാരായി ആ ദേവിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനായിക്കൊണ്ട് പിന്നീട് തങ്ങളുടെ അനുജന്മാരായ ചണ്ഡമുണ്ടന്മാരെ പറഞ്ഞയച്ചു. ചണ്ഡമുണ്ടന്മാരും വലുതായ സന്നാഹത്തോടുകൂടി വന്നു. ദേവിയുമായിട്ട് ആദ്യമൊക്കെ തർക്കിച്ചു നോക്കി, പിന്നീട് യുദ്ധമായി. ചണ്ഡനും മുണ്ടനും മാറി മാറിയും ഒന്നിച്ചും ഒക്കെ ദേവിയുമായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ളതായ യുദ്ധം. ആ യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവി ചണ്ഡമുണ്ടന്മാരെ ഒരു പശുവിനെ പിടിക്കുന്നത്, മൃഗത്തെ പിടിക്കുന്നത് പോലെ രണ്ടുപേരെയും ഒന്നിച്ച് കെട്ടി കാളികയുടെ മുന്നിലേക്കായിട്ടിട്ടു എന്നാണ്. അങ്ങനെ ദേവി ഈ ചണ്ഡമുണ്ടന്മാരുടേതായ ശരീരത്തിലെ ബലി കൊടുക്കാനായിക്കൊണ്ട് കാളികയോട് ദേവി പറഞ്ഞു. കാളികയാണെങ്കിലോ ഈ ചണ്ഡമുണ്ടന്മാരുടെ കഴുത്തറത്ത് ചോരയൊക്കെ കുടിച്ചു. അങ്ങനെ ഈ ചണ്ഡമുണ്ടന്മാരെ വധിച്ചു. ചണ്ഡമുണ്ടന്മാരെ വധിച്ചതുകൊണ്ട് ദേവിക്ക് ചാമുണ്ഡി എന്നുള്ളതായ പേരുണ്ടായി. ചണ്ഡമുണ്ട നിഷൂദിനി. ചാമുണ്ഡി തന്നെ പല രീതിയിലൊക്കെ ആയിട്ട് ഉപാസന ഉണ്ട്. രക്തചാമുണ്ഡി, ശുദ്ധ രക്തചാമുണ്ഡി, അഘോര ചാമുണ്ഡി, സിംഹചാമുണ്ഡി, ഇങ്ങനെയൊക്കെ ചാമുണ്ഡിയിൽ തന്നെ ഉപാസനയിൽ അതാത് അതിൻ്റെതായ തീവ്രതയ്ക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. ഈ ഉപാസനാ രീതികളൊക്കെ തന്ത്രങ്ങളിൽ വരുന്നതാണ്. യാമളതന്ത്രത്തിൽ, യോഗിനി തന്ത്രം മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വ്യത്യസ്ത ഉപാസനകൾ ഭദ്രകാളി ഉപാസനയിൽ പെട്ടുകൊണ്ട് വരുന്നതാണ്. ഭദ്രകാളി തന്നെ 9 തരത്തിലുള്ള ഭദ്രകാളി ഉപാസനകളൊക്കെ അവിടെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഫലം ലഭിക്കാനായിക്കൊണ്ടാണ് ഇങ്ങനെ ഉഗ്ര ദേവതമാരെ ഉപാസിക്കുന്നത് എന്നാണ്. അങ്ങനെ ദേവിക്ക് ചാമുണ്ട എന്നുള്ളതായ പേര് കിട്ടി എന്നാണ്. കാളരാത്രിയാദി ചാമുണ്ഡി. ഈ ദേവി തന്നെ കാളരാത്രിയായി വന്ന് ഈ ചണ്ഡമുണ്ടന്മാരുടെ രക്തം കുടിച്ചു. ആ ദേവിയുടെ ഭാവത്തിന് കാളരാത്രി എന്ന പേര് പറഞ്ഞു. അങ്ങനെ വീണ്ടും ശുംഭനിശുംഭന്മാർ ഏത് രീതിയിൽ ഈ ദേവിയെ കീഴ്പ്പെടുത്താം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് അവരിൽ ശക്തന്മാരിൽ ശക്തരായൊരു അവരുടേതായ അനുചരനായിരുന്നു രക്തബീജൻ. ഈ രക്തബീജന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അസുരനാണ് ശക്തനാണ് എന്നതിൽ നിന്നൊക്കെ പുറമേ പരമശിവനിൽ തപസ് ചെയ്ത പരമശിവനിൽ നിന്നൊരു പ്രത്യേക വരമുണ്ടായിരുന്നു. രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്നതായ രക്തത്തുള്ളികളിൽ നിന്ന് ഓരോന്നിൽ നിന്നും 1000 രക്തബീജന്മാരുണ്ടാകും എന്നാണ്. അങ്ങനെയുള്ള രക്തബീജനും ദേവിയുമായിട്ട് ഏറ്റുമുട്ടി ഗംഭീരമായ യുദ്ധത്തിനിടയ്ക്ക് ദേവിയുടേതായ അമ്പ് കൊണ്ട് രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ആ രക്തം ഭൂമിയിൽ വീഴാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊക്കെ 1000കണക്കിന് രക്തബീജന്മാരുണ്ടായി. അതുകൊണ്ടതായ ദേവി പെട്ടെന്ന് തന്നെ തൻ്റെ ശരീരത്തിൽ നിന്നും കൗശികി ദേവിയെ ഉൽപ്പാദിപ്പിച്ചു. കരിങ്കാളിയായിക്കൊണ്ട് ദേവി തൻ്റെ ശരീരത്തിൽ നിന്നും കറുത്ത ഒരു രൂപത്തെ ദേവീശക്തിയെ ഉൽപ്പാദിപ്പിച്ചു. ആ ദേവീശക്തി ഈ പറഞ്ഞതായ രക്തബീജൻ്റെ ശരീരത്തിൽ ആവേശിച്ച് രക്തബീജൻ്റെ ശരീരത്തിലുള്ളതായ രക്തം മുഴുവൻ കുടിച്ചു വെറ്റിച്ചു എന്ന്. അങ്ങനെ രക്തപാനം ചെയ്തതായിട്ടുള്ള ആ ദേവിക്ക് പിന്നെ രക്തദന്തിക എന്നൊക്കെ പേരുണ്ടായി. എന്തായാലും രക്തബീജൻ്റെ ശരീരത്തിലുള്ളതായ രക്തം മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് രക്തബീജനെ ദേവി വാളുകൊണ്ട് കഴുത്തറത്ത് വധിച്ചത്. അങ്ങനെ രക്തബീജനം മരിച്ചു എന്നറിഞ്ഞതോടുകൂടി ശുംഭനിശുംഭന്മാരിൽ നിശുംഭൻ പിന്നീട് ദേവിയെ ആക്രമിക്കാനായിട്ട് ചെന്നു. യുദ്ധമൊക്കെ അവിടെ വളരെ വിശദമായിട്ടാണ് വർണ്ണിക്കുന്നത്. പല വിധത്തിലുള്ളതായ ആയുധങ്ങളൊക്കെ അവർ പരസ്പരം ഉപയോഗിച്ചു. നിശുംഭനെയും ദേവി തൻ്റേതായിട്ടുള്ളതായ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പിന്നീട് ശുംഭൻ്റേതായ ഊഴമായിരുന്നു. ഏത് രീതിയിലും ദേവിയെ വധിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നായ ശുംഭാസുരൻ ദേവിയുമായിട്ട് എന്തെന്നില്ലാതെ യുദ്ധം ചെയ്തു. അവസാനം ദേവി ശുംഭാസുരൻ്റേതായ കാലുകൾ വെട്ടിക്കളഞ്ഞപ്പോൾ ആ ദേവിയെ വിഴുങ്ങാനായിക്കൊണ്ട് ഉരുണ്ടുകൊണ്ട് വന്നു എന്നാണ്. ദേവി ആ ശുംഭാസുരൻ്റെ 2 കൈകളും വെട്ടിക്കളഞ്ഞു. പിന്നീട് തൻ്റെ അടുത്തേക്ക് വീണ്ടും ഉരുണ്ട് വന്ന് തന്നെ വിഴുങ്ങാനായിട്ട് നോക്കുന്നതായിട്ടുള്ളതായ ആ ശുംഭൻ്റേതായ കഴുത്ത് വാളുകൊണ്ടറുത്ത് ദേവി ശുംഭാസുരനെയും വധിച്ചു. അങ്ങനെ ശുംഭനിശുംഭന്മാരെ വധിച്ചതോടുകൂടി ദേവന്മാർക്കൊക്കെ
എന്തെന്നില്ലാത്തതായ സന്തോഷമായ ഒരു ദേവിയെ അർച്ചിച്ചു. ദേവിയുടേതായ ശ്ലോകങ്ങളൊക്കെ സ്തുതികളൊക്കെ ചൊല്ലി ദേവി അവരെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പിൻവാങ്ങി. ഇങ്ങനെയുള്ളതായ ശുംഭന്മാരുടെ ഈ ചരിത്രമാണ് ദേവി മാഹാത്മ്യമായിട്ട് പറയപ്പെടുന്നത്. ദേവി ഭാഗവതത്തിൽ ദേവി മാഹാത്മ്യം 3 അധ്യായങ്ങളിലായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ദേവി മാഹാത്മ്യം മാർക്കണ്ഡേയ പുരാണത്തിൽ നമ്മൾ വായിക്കുന്ന ദേവി മാഹാത്മ്യത്തിൻ്റെ പദങ്ങളല്ല, അതിലുള്ളതായ ശ്ലോകങ്ങളൊക്കെ വ്യത്യാസമാണ്. മാർക്കണ്ഡേയ പുരാണത്തിൽ 91-ാമത്തെ അധ്യായം മുതൽ 3 അധ്യായങ്ങളിലായിട്ട് പറയുന്നതായ 13 അധ്യായങ്ങളിലായിട്ട് പറയുന്ന ഭാഗമാണ് ദേവി മാഹാത്മ്യമായിട്ട് നമ്മൾ പാരായണം ചെയ്തത്. ചണ്ഡി സപ്തസതി എന്നൊക്കെ പറയും. സപ്തസതി എന്ന് പറയാൻ കാരണം അതിൽ 700 ശ്ലോകങ്ങളാണ് ദേവി മാഹാത്മ്യത്തിൽ. 700 ശ്ലോകങ്ങളുള്ളതായ വേറെ ഒരു പ്രസിദ്ധ ഗ്രന്ഥമുണ്ട്, ഭഗവത്ഗീത. അപ്പം അങ്ങനെയുള്ളതായ ഈ സപ്തശതിയിൽ അതിൻ്റെ പാരായണം, ഈ ദേവി മാഹാത്മ്യ പാരായണം, അത് വളരെ ഊർജദായകമാണ്. ഊർജം, ഉത്താപനം, ഊർജ്ജചാലനം എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഈ നമ്മളുള്ളതായ ആത്മ ഊർജം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ തലത്തിലുള്ള മനസ്സിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തി, അതിൻ്റെ ഉത്താപനം, അതിനെ ഉയർത്തുക, അതിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കുക, ഇതിലൊക്കെ കൂടി ഈ പറഞ്ഞതായ വ്യക്തിയിലുള്ളതായ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ദേവി മാഹാത്മ്യം മുതലായ ഗ്രന്ഥം, ആ ദേവി മാഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുന്നത് പ്രത്യേകിച്ച് ആധുനിക രീതിയിൽ പറഞ്ഞാൽ വിഷാദ രോഗികൾക്ക് വളരെ ഉത്തമമാണ്. ഡിപ്രഷൻ ഒക്കെയുള്ള ആളുകൾ നിത്യവും ഈ ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ അവരുടെ ആ ഡിപ്രഷൻ ഇല്ലാതെയായിട്ട് തീരും, അവർക്കൊരു ഉണർവുണ്ടാവുമെന്ന്. അതാണ് ആ ദേവി മാഹാത്മ്യത്തിൻ്റെ കഥാഭാഗത്തിൽ തന്നെ പറയുന്നത്. ഈ ദേവി മാഹാത്മ്യത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് അവിടെ സുരതൻ എന്നുള്ളതായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെടാൻ കാരണം കാട്ടിൽ ചെന്ന് നായാട്ടിന് ചെന്നതാണ്. സുരതൻ നായാട്ടിന് ചെല്ലുമ്പോൾ കരുതി കാണില്ല തൻ്റെ രാജ്യമാണ് ഇല്ലാതെയാവുക. ഒരു ബന്ധവുമില്ലാത്ത ഒരു വസ്തുതയാ സംഭവിച്ചത്. നായാട്ടിന് ചെന്നതായ സുരതൻ ഒരു പന്നിയെ അമ്പ് ചെയ്തു. ആ പന്നിയെ കാട്ടിലുള്ളതായ വേടൻ അമ്പ് ചെയ്തു. അവസാനം വേടൻ ഈ സുരതനെ യുദ്ധത്തിലടക്കം തോൽപ്പിച്ചു. സുരതന് രാജ്യമടക്കം നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ സുരതൻ കാട്ടിൽ തന്നെ അഭയം തേടി. കാട്ടിൽ തൻ്റെ രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് അറിഞ്ഞു നടക്കുന്നതായി സുരതന് മാനസികമായി ശാന്തിയില്ലാതെയായി. അങ്ങനെയാണ് സുരതൻ കാട്ടിലുള്ളതായ ഒരു ആശ്രമത്തിൽ, സുമേധസിൻ്റെ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. സുമേധസ് സുരതൻ്റേതായ ദുഃഖങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്ന് മനസ്സു മാറ്റാനായിക്കൊണ്ടുള്ള മാർഗം ദേവി ഉപാസിക്കുകയാണ്. ദേവി ഉപാസന പറഞ്ഞു കൊടുത്തു എന്ന്. കാരണം സുരതൻ തുടർച്ചയായിട്ട് തൻ്റെ നഷ്ടബോധങ്ങളിൽ ആണ് ജീവിച്ചിരുന്നത്. തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ എപ്പോഴും ഈ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, അവർക്ക് പലപ്പോഴും എന്തെന്നില്ലാത്തതായ വിഷാദം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ആ വിഷാദത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് ദേവിയുടെ ഉപാസന ഈ സുരതനായിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോഴാണ് സുരതൻ ആ കാട്ടിൽ വെച്ച് സമാധി എന്ന് പറഞ്ഞതായ ഒരു വൈശ്യനെ കണ്ടുമുട്ടും. വൈശ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതായ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നതായ, കച്ചവടം ചെയ്യുന്നതായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ കച്ചവടമൊക്കെ നഷ്ടപ്പെട്ട് ഇതേ നഷ്ടബോധത്തോടുകൂടി നടക്കുന്നതായ ഈ സമാധി ഈ സുരതനുമായിട്ട് ചർച്ച ചെയ്തു. സമാധിയെയും ഈ സുമേധസിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു സുരതൻ. അങ്ങനെ സുരതൻ ഈ സമാധിക്കായി കൊണ്ടും ദേവിയുടെ ഉപാസന, 1 വർഷം നീണ്ടു നിൽക്കുന്ന ദേവി ഉപാസനയുടെ രീതികൾ പറഞ്ഞുകൊടുത്തു. അങ്ങനെ ഈ പറഞ്ഞതായ സുരതനും സമാധിയും ദേവിയെ 1 വർഷം ഉപാസിച്ചു. ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്. ആ സമയത്ത് സുരതൻ തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ രാജ്യം തിരിച്ചു കിട്ടണം എന്നാണ് ദേവിയോട് വരം ചോദിച്ചത്. അവനെ വരം ചോദിച്ചതായ സുരതന ദേവി നഷ്ടപ്പെട്ടു പോയ രാജ്യം അനുഗ്രഹിച്ചു. അങ്ങനെ സാവർണി മനുവായിട്ട് മന്വന്തരാധിപനായിട്ട് പിന്നീട് ഈ സുരതൻ തീർന്നു. സാവർണി മന്വന്തരത്തിലെ അധിപനായിട്ട് തീർന്നു. വൈശ്യനാണ് എന്നുണ്ടെങ്കിലോ തൻ്റെ നഷ്ടപ്പെട്ടു പോയ കച്ചവടം, സമ്പത്ത് വേണമെന്നല്ല അവർ. വൈശ്യൻ പറഞ്ഞു തനിക്ക് ആവശ്യം മോക്ഷമാണ്. കാരണം വൈശ്യനീ ബോധമുണ്ടായിരുന്നു ഈ പറഞ്ഞതായ സമ്പത്തും വസ്തുതകളുമൊക്കെ ഒരിക്കൽ നഷ്ടപ്പെടും എന്തായാലും. അതുകൊണ്ട്
എന്നേക്കും നിലനിൽക്കുന്നതായ തൻ്റെ തന്നെ വ്യക്തിത്വത്തിലെ അറിവായ മോക്ഷം തനിക്കായിക്കൊണ്ട് അനുവദിക്കണം എന്നാണ് വൈശ്യൻ പ്രാർത്ഥിച്ചത്. ദേവി ആ വൈശ്യന് അത് അനുഗ്രഹിച്ചു നൽകി. അങ്ങനെ പറഞ്ഞാൽ ദേവി ഉപാസനയിൽ എന്തുണ്ട്? കാമദം മോക്ഷതം. ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് ആഗ്രഹങ്ങളോടുകൂടി സകാമമായിട്ട് ഉപാസിച്ചാൽ ആ ആഗ്രഹങ്ങൾ സാധിക്കും. നിഷ്കാമമായിട്ട് ദേവിയെ ഉപാസിച്ചാൽ എന്ത് കിട്ടും? മോക്ഷത്തെ പ്രദാനം ചെയ്യാനും ദേവിക്ക് സാധിക്കണം. അങ്ങനെയുള്ളതായ ഈ ദേവി മാഹാത്മ്യം, അതിൻ്റെ പാരായണ വിധികളൊക്കെ ഈ കീലകം മുതലായതൊക്കെ ജപിച്ച്, അർഗളം കീലകം ജപിച്ച്, പിന്നെ അതിൽ മൂർത്തി രഹസ്യം ജപിച്ച് ഒക്കെ വേണം എന്നാണ്. സാധാരണ നിലയ്ക്ക് ആ 13 അധ്യായങ്ങൾ ഒന്നിച്ച് പാരായണം ചെയ്യുന്നതാണ് വിധി. പക്ഷേ അത് പലപ്പോഴും സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ 3 ആക്കിയിട്ട് നമ്മുടേതായ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ചിട്ടയിൽ മാത്രമേ ഈ 3 ആയിട്ട് പാരായണം ചെയ്യുള്ളൂ. വടക്കേന്ത്യയിലൊക്കെ ദേവി മഹാത്മ്യം ഒന്നിച്ച് ഒരു ദിവസം തന്നെ പാരായണം ചെയ്യണമെന്നാണ് നിയമം. നമ്മളത് 3 ആക്കിയിട്ട് പലപ്പോഴും അതിലാ പ്രഥമ ചരിത്രം, മധ്യമ ചരിത്രം, ഉത്തമ ചരിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ 3 ആക്കി തിരിച്ചു. ഒക്കെ ചരിത്രം ഉത്തമം തന്നെയാണ്. പക്ഷെ നമ്മുടെ സൗകര്യത്തിന് എന്താക്കിയത്, ഒരധ്യായം, ആദ്യത്തെ ഒരധ്യായം മാത്രം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം, പിന്നെ വരുന്ന 3 അധ്യായങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാം, ബാക്കി 9 അധ്യായങ്ങൾ കൂടി എല്ലാം കൂടി ഒരു ദിവസം പാരായണം ചെയ്യാൻ, അങ്ങനെ 3 ദിവസമാക്കിയിട്ടാണ് ഈ ദേവി മാഹാത്മ്യ പാരായണം. ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ഈ രീതിക്കാണിത് പാരായണം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിധികളിൽ പ്രധാനമാണ്. കാരണം അർഗളം കീലകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിലുള്ളതായ പാപമില്ലാതാക്കാനായിക്കൊണ്ടാണ് ഇതൊക്കെ ആദ്യം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ജപിക്കണം എന്ന് പറയുന്നു. കാരണം വളരെ ശക്തമായ ഒരു ഉപാസനാ ഗ്രന്ഥമായതുകൊണ്ട് അത് പാരായണം ചെയ്യാൻ എന്ത് വേണം? പാപക്ഷാളനം എന്ന് പറയും. പാപമില്ലാതെയാവും. ഒരു വ്യക്തിയിൽ പാപമുണ്ടെങ്കിൽ സത്കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും എന്തുണ്ടാവില്ല, അത് സാധിക്കാതെ വരും. കാരണം എന്തുകൊണ്ട്? ആ വ്യക്തി പൂർവ്വത്തിൽ ചെയ്തതായ എന്തോ പാപങ്ങളാണ് ആ വ്യക്തി അതിൽ നിന്ന് തടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ തടസ്സങ്ങളില്ലാതിരിക്കാനായിക്കൊണ്ട് അർഗളവും, പിന്നെ ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ കീലകം. കാരണം നമ്മളിൽ ഉണ്ടാവുന്നതായ അഹങ്കാരം കൊണ്ട്, ഈ സത്കർമ്മങ്ങളിൽ പോലും ഈ അഹങ്കാരത്തിൻ്റെ പ്രവേശനം കൊണ്ട് അതിൻ്റേതായ സങ്കല്പങ്ങൾ മാറും. അപ്പം അത് ദോഷകരമായി തീരും. അത് ഒഴിവാക്കാനായിക്കൊണ്ട് കീലകം. അങ്ങനെയൊക്കെ അതിൻ്റെ വിധികളുണ്ട്. ആ വിധി പ്രകാരം അത് പാരായണം ചെയ്യുന്നത് ഏറ്റവും മഹത്വമാണ്. അതിലുള്ളതായ മന്ത്രങ്ങളൊക്കെ പലതും ഹോമങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്, ദേവീ മാഹാത്മ്യത്തിലെ മന്ത്രങ്ങൾ. കാരണം മന്ത്രമാലിക എന്നാണത് പറയുന്നത്. കാത്യായനി തന്ത്രത്തിൽ വരുന്നതായ കാത്യായനി തന്ത്രം, യാമിള തന്ത്രം, ഇങ്ങനെ 2 ഗ്രന്ഥങ്ങളാണ്. പൂർവ്വകാലങ്ങളിലൊക്കെ ഈ തന്ത്രഗ്രന്ഥങ്ങളൊക്കെ ഗുരുനാഥനിൽ നിന്ന് കേട്ടുപഠിക്കുന്ന രീതിയായി, എഴുതി വയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല പൂർവ്വത്തിലതൊക്കെ ഇങ്ങനെയാണ്. ഈ പറഞ്ഞതായ അഭിമുഖമായിരുന്ന് ശ്രവിക്കണം എന്നാണ്. അഭിമുഖമായിരിക്കുന്ന സമയത്താണ് എന്ത് മനസ്സിലാവുക? ആ ശിഷ്യനും ഗുരുവും തമ്മിലുള്ളതായ ബന്ധം. ഗുരുവിന് ശിഷ്യൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും പറഞ്ഞത് മനസ്സിലായോ, അതോ മനസ്സിലായില്ലയോ, അതോ മനസ്സിലാവില്ല എന്ന് മനസ്സിലായോ. അങ്ങനെയുമുണ്ട് സീസൺഡ് ലിസണേഴ്സ് എന്ന് പറയും. ചിലവരങ്ങനെ വന്നിരിക്കും, ഇതൊക്കെ പണ്ടേ തീരുമാനമായതാണ്, എന്തൊന്നും മനസ്സിലാവില്ല, എന്നാലും അവിടെ ചെന്നിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തൊക്കെ വെച്ചാൽ പറയട്ടെ. അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ഇത് എന്ത് വേണം? അഭിമുഖമായിരുന്ന് വേണം പഠിക്കാൻ എന്നാണ്. അതുകൊണ്ട് പൂർവ്വത്തിലൊക്കെ ഇത് ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറയും. പിന്നീട് അതൊക്കെ മാറ്റം വന്നു. ഈ പറഞ്ഞതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടു, ഗ്രന്ഥങ്ങളിൽ നോക്കി പഠിക്കുന്ന രീതി വന്നു. അങ്ങനെ ഇതിൻ്റെ രീതി ആകെ എന്തായിട്ട് തീർന്നു? പ്രസക്തമല്ലാതെയായിട്ട് തീർന്നു. ഗ്രന്ഥങ്ങളിൽ പഠിക്കുന്നത് കൊണ്ട് തെറ്റല്ല, പക്ഷേ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കതിലൊരു സംശയമുണ്ടായാൽ അത് ആര് തീർത്തു തരില്ല? ആ ഗ്രന്ഥം തീർത്തു തരില്ല. ഒരു സംശയമുണ്ടായാൽ ആ സംശയം തീർത്തു വേണം പിന്നെ മുന്നോട്ട് നീങ്ങാൻ. സംശയം തീർന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനം ഗ്രന്ഥം പഠിച്ചു കഴിയുമ്പോഴേക്കും കുറേ സംശയങ്ങളാവും ബാക്കി. ഇത്രയും സംശയങ്ങൾ അതിലുണ്ടാവും. ഈ മനസ്സിൻ്റെ ഈ സംശയാവസ്ഥ മാറ്റിയെടുക്കലാണ് ഒരു പ്രധാന ഉദ്ദേശം ഗ്രന്ഥപഠനം കൊണ്ട്. അപ്പം അത് സംഭവിക്കില്ല എന്ന് പറയാം. ഈ മനസ്സിൻ്റെ സ്വഭാവമാണ് സംശയാത്മകമാണ് മനസ്സ്.
കാര്യമുണ്ടോ ഇല്ലയോ മനസ്സിൽ ഇങ്ങനെ ഓരോ സംശയങ്ങൾ. ഈ ഭാഗവതമൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ കേട്ടൊക്കെ കുറേ ദിവസമായ ആളുകൾക്ക് പോലും സംശയങ്ങളാണ്. കുചേലൻ്റെ അച്ഛൻ്റെ പേരെന്താണ്, അങ്ങനെ ഓരോ സംശയങ്ങൾ. ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ ഇവർക്കെന്ത് ഗുണമാണ് എന്ന് ചോദിച്ചാലോ, അങ്ങനെ ഒരു സംശയം വന്നു. ആ സംശയം വന്നാൽ പിന്നെ അത് തന്നെ മനസ്സിൽ നിൽക്കുള്ളൂ. ബാക്കി അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വരില്ല. അതിനിപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു, ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു കൊടുത്തു വെച്ചാൽ ആ പേരിൻ്റെ മുകളിലായ അവർക്ക് സംശയം. അത് ആ തൻ്റെ മനസ്സിൻ്റെ ഒരു കുറവാണ് ഇത്തരം സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ. ഉത്തരം കിട്ടിയാലും ഗുണമില്ലാത്ത സംശയങ്ങൾ, അങ്ങനത്തെ സംശയങ്ങൾ. സംശയിക്കാനും വേണ്ടി സംശയിക്കുക. കുചേലൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പല സ്ഥലത്ത് സപ്താഹത്തിന് ചെന്നാൽ കുചേല ഉപാഖ്യാനം പാരായണം ചെയ്ത് പ്രഭാഷണം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിൽ എത്ര മഹത്തായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭഗവാന്റെ അനുഭവമാണ് പ്രാധാന്യം, അതാണ് കുചേലൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കുചേലന് ഭഗവാനും പറയുന്നു, അവിടെ എന്ത് പറഞ്ഞു, സമ്പദഃ അമർത്യ ദുർലഭ. ഈ കുചേല ബ്രാഹ്മണന് ദേവന്മാർക്ക് പോലും ഇല്ലാത്തതായൊരു സമ്പത്ത് ഞാൻ കൊടുക്കണു. അത് ഭൗതികമായൊരു സമ്പത്തല്ല. അപ്പോൾ ആ ഭൗതികമല്ലാത്തൊരു സമ്പത്ത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പരിശ്രമിക്കുന്നത്. ഭൗതികമായ സമ്പത്തുകളൊക്കെ ഉണ്ടാക്കാൻ പല വഴികളുണ്ട്, പല രീതികളുണ്ട്. പക്ഷെ അവയ്ക്കൊക്കെ പരിമിതിയുണ്ട്. അതല്ലാത്ത ഈശ്വരീയ സമ്പത്ത് നേടലാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വിസ്തരിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് പല സ്ഥലത്തും ചോദ്യം, ഈ അവിലുപൊതി എന്ത് ചെയ്യണം? ഏത് അവിലുപൊതി? ഇവിടെ സമർപ്പിച്ച അവിലുപൊതി ഒന്നും പറയുകയില്ല അവരോട്. കാരണം എന്തുകൊണ്ടാണ്? അവരിപ്പോൾ 24ാമത്തെ സപ്താഹമാണ്. 24 സപ്താഹത്തിൽ അവർക്ക് അവിലുപൊതി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് 23-ൽ അവരെന്താ ചെയ്ത്? അപ്പം അതാ പറയുക, നിങ്ങളിതിനു മുമ്പ് സപ്താഹം കേട്ടിട്ടില്ലേ? കേട്ടു. അവിലുപൊതി കിട്ടിയില്ലേ? കിട്ടി. എന്താ ചെയ്ത്? അതന്നെ ചെയ്തോളൂ. എന്നോട് പറയുമൊന്നും വേണ്ട, അതന്നെ ചെയ്തോളൂ. അല്ല, ആ ആചാര്യൻ പറഞ്ഞു അത് കഴിക്കാമെന്ന്, ഒന്ന് കഴിച്ചോളൂ. അല്ല, പിന്നത്തെ ആചാര്യൻ പറഞ്ഞു അത് പൂജാമുറിയിൽ വെക്കണം എന്ന്, എന്നാൽ അത് അങ്ങനെ ചെയ്തോളൂ. അല്ല, പിന്നത്തെ ഒരു ആചാര്യൻ പറഞ്ഞു അത് പക്ഷികൾക്ക് കൊടുക്കണം എന്ന്, എന്നാൽ അത് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഈ 4ാമത്തെ ഒരു ആചാര്യൻ പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇത് ഒരു ആചാര്യനോട് ചോദിച്ചു, ആ ആചാര്യൻ്റെ ഉത്തരം പറഞ്ഞാൽ അത് പ്രകാരം ചെയ്യുക. ആചാര്യന് വിശ്വാസമില്ല, അത് പിന്നെ ചോദിക്കാൻ വേണ്ട. അയാളിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ പിന്നെ വേറൊരു ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കണമെങ്കിൽ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ അവരോട് ഒരു ഉത്തരം പറഞ്ഞാലും അവർ ഇനി ഒരു ആചാര്യനെ കാത്തിരിക്കും. എന്ത്? ഇതിനു മുമ്പുള്ള ആചാര്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ വസ്തുത തിരിച്ചറിയുന്നില്ല. ഈ സംശയങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ സംശയങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നതൊരു രോഗമാണ്, സംശയ രോഗം എന്ന് പറയും. ഇത് തന്നിലുള്ളതായ ഒരു കുറവാണ് ഇത് തിരിച്ചറിയുന്നതിന് പകരം ഇത്തരത്തിലുള്ളതായ സംശയം. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് വരണമെന്ന് ചോദിച്ചാൽ ഗ്രന്ഥം മറുപടി പറയില്ല. ഗ്രന്ഥാൻ അഭ്യസ് നൈവാൻ അഭ്യസ് എന്ന് പറയും. ഒരു ബഹുവൻ അഭ്യസ്, ധാരാളം ഗ്രന്ഥങ്ങൾ അഭ്യസിക്കാൻ പോകരുത്. കാരണം കുറേ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഒരു ഗ്രന്ഥത്തിന് നേരെ വിപരീതമായ രീതിയിലാവും വേറൊരു ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുക. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ആ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നതായ, അത് അഭിസംബോധന ചെയ്യുന്നതായ ലോകം വേറെയാണ്, ആളുകൾ വേറെയാണ്. ഇപ്പോൾ ഈ ദേവി ഭാഗവതം പറഞ്ഞപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ഇത് വ്യക്തമാക്കി. ഈ ദേവി ഭാഗവതം എന്നുള്ളത് കേൾക്കുന്നത് ആരാണെന്നാ പറഞ്ഞത്? നമ്മളെന്തായാലും ഇപ്പൊ കേൾക്കുന്നില്ല, അത് ഉറപ്പാണ്. ജനമേജയനാണിത് കേൾക്കുന്നത്. പറയുന്നത് ആരാണ് ചോദിച്ചാൽ ആരാ? ആ വ്യാസനാണ്, ഗുരുജിയല്ല. അപ്പൊ അതുകൊണ്ട് വ്യാസൻ ജനമേജയനോട് പറഞ്ഞു കൊടുക്കണു എന്ന് പറഞ്ഞു. വിഷ്ണു ഭാഗവതമാണെങ്കിൽ അവിടെ ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിന് പറഞ്ഞോളൂ. അപ്പോൾ ശ്രോതാവും വക്താവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കേൾക്കുന്ന ആളുകളും പറയുന്ന ആളും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അതിനെന്തുണ്ടാവും? അതിൻ്റെ തലങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. 5ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടിക്ക് മാത്തമാറ്റിക്സ് പഠിക്കലും MSc മാത്തമാറ്റിക്സിന് പഠിക്കണ ഒരാളെ പഠിപ്പിക്കണത് തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട്. രണ്ടാൾക്കും ഒരേ രീതിയല്ല പറഞ്ഞു കൊടുക്കുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ, പ്രത്യേകിച്ച് തന്ത്രഗ്രന്ഥങ്ങളൊക്കെ, കാരണം ഇതൊക്കെ ഇന്നിപ്പോൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടുന്ന് ചിലതൊക്കെ തിരഞ്ഞു പിടിച്ച് അതാകെ പിന്നെ സംശയമാവും. ഈ ഗൂഗിൾ അമ്മാവനൊരു വഴിക്കാക്കും, അതാണ് ഒരു വഴി വരെ. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഗൂഗിളിൽ പോയി തിരഞ്ഞ് അതിന് ഉത്തരം കണ്ടു. അതുകൊണ്ട് എന്ത് വേണം? ഗ്രന്ഥം, ഈ ദേവി മാഹാത്മ്യമൊക്കെ ആണെങ്കിൽ നേരിട്ട് തന്നെ
അതൊരു ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചാൽ അതിൽ ഈ സംശയ നിവൃത്തി പെട്ടെന്ന് ഉണ്ടായിട്ട് തീരും. ഇല്ലെങ്കിലോ അത് പഠിച്ചു കഴിയുമ്പോഴേക്കും കുറേ സംശയമാവും. ഈ സംശയം വെച്ച് അത് വീണ്ടും ഉപാസിക്കുമ്പോൾ അതിന് ഉറപ്പുണ്ടാവില്ല. രണ്ട് തോണിയിൽ കാല് വെച്ച പോലെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ അഭ്യസിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ദേവീ മാഹാത്മ്യം മുതലായതായ തന്ത്രഗ്രന്ഥങ്ങളൊക്കെ അഭ്യസിക്കുമ്പോൾ അതൊരു ഗുരുമുഖത്തിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ് അത്യുത്തമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൽ കുറേ നിയമങ്ങൾ പറഞ്ഞത്. മന്ത്രങ്ങൾക്ക് നിയമങ്ങളുണ്ട്, നാമങ്ങൾക്ക് നിയമങ്ങളില്ല. നാമങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉച്ചരിക്കാം. പക്ഷേ മന്ത്രങ്ങളാവുമ്പോൾ എന്തുണ്ട്? മനനാത്രായതി എന്നാണ്. അത് ആ മന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റേതായ വ്യത്യാസമുണ്ട് അതിൻ്റെ ഉപയോഗത്തിലൊക്കെ. അപ്പം അതുകൊണ്ട് അത് നമ്മൾ പറയേണ്ടായി, അത് ജപിക്കാനായിക്കൊണ്ട് ആവശ്യമായതായ ശ്വാസ നിയന്ത്രണം മുതലായതൊക്കെ ആവശ്യമാണ്. അപ്പം മന്ത്രങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗുരുമുഖത്തിൽ നിന്ന് വേണം പഠിക്കാൻ എന്ന വസ്തുത കൂടി അവിടെ വ്യക്തമാണ്. അങ്ങനെയാണ് ദേവീ ഭാഗവതത്തിൽ ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെതായ വസ്തുത 2 അധ്യായത്തിലായിട്ട് ചെറുതായ ഒരു രീതിയിൽ അവിടെ പറഞ്ഞു. അപ്പോൾ ദേവി മാഹാത്മ്യത്തിൽ തന്നെ നമസ്തസ്സീ 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 നമോ നമഃ എന്ന് തുടർച്ചയായിട്ട് ദേവിയുടേതായ സ്തുതി. ആ സ്തുതിയിൽ എന്തുകൊണ്ട് നമസ്തസ്സീ എന്നും, ഇത് 3 തരത്തിലുള്ള, ദേവിക്ക് തന്നെ ഓരോ കാര്യങ്ങളിലും തമോ ഗുണപ്രധാനവും രജോ ഗുണപ്രധാനവും സത്വഗുണപ്രധാനവുമായ 3 അവസ്ഥയുണ്ട്. അതുകൊണ്ട് ആ 3 അവസ്ഥയിലുള്ള ദേവിയെ 3 തരത്തിൽ ഉപാസിക്കണു എന്ന് പറയാനായിക്കൊണ്ടാണ് അത് 3 പ്രാവശ്യമായിട്ട് പറയുന്നത്. പിന്നീട് വരുന്നതായ സ്കന്ധത്തിലായിക്കൊണ്ടാണ് ത്രിശിരസിൻ്റെ കഥയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. ചർച്ചയൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ലോകത്തിൽ ദുഃഖവും അറിവില്ലായ്മയും നിലനിൽക്കുന്നത്? അതിന് കാരണം അഹങ്കാരമാണ് എന്നുള്ളത്. അഹങ്കാരം എന്നുള്ളത് മഹർഷിമാരിലും ദേവന്മാരിൽ പോലും നിറഞ്ഞു നിൽക്കണു. അതുകൊണ്ട് അഹങ്കാരമില്ല എന്ന് ആർക്കും തന്നെ കരുതാനും വയ്യ. ദേവന്മാരിലൊക്കെ നേതാവായ ഇന്ദ്രന് പോലും എന്തെന്നില്ലാത്ത അഹങ്കാരമുണ്ടായി. അങ്ങനെയുള്ള അഹങ്കാരം കൊണ്ട് ഇന്ദ്രൻ ത്രിശിരസിനെ വെട്ടിക്കൊന്നു എന്നുള്ളതായ, വലിയ ഉപാസകനായ ത്രിശിരസിനെ വധിച്ചു എന്നുള്ളതായ വസ്തുത പറഞ്ഞപ്പോഴാണ് ആ കഥ, ആ ചരിത്രം വിശദമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ത്രിശിരസിൻ്റെതായ ചരിത്രം പറയുന്നത്. ദേവി ഭാഗവതത്തിൽ ത്രിശിരസ് എന്നാണ് പറയുന്നത്. അതേ കഥാപാത്രമാണ് ഭാഗവതത്തിൽ വിശ്വരൂപൻ എന്ന പേരിലാണ്. പക്ഷേ ഇവിടെ ആ കഥ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പേരുകൾ തന്നെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല, അവസാനം അതിൻ്റെ കഥാതന്തു, അത് കഥൻ്റെ രീതിയൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അപ്പം അത് ആ ത്രിശിരസിൻ്റെ കഥയിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ ദീപാരാധന ചെയ്ത് ഇത് ഇവിടെ സമർപ്പിക്കും. നാളെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പരിണയ ഭാഗം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ അത് വായിച്ച് ആ ഭാഗം ആഘോഷിക്കുന്നതാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായേ നമഃ. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം വേദവചരണയുഗം. ദേവി സരസ്വതി ദുർഗേ ഭഗവതി ശരണം വേദവചരണയുഗം. ശ്രീ ജയശങ്കരി ശ്രീ ശിവശങ്കരി ശരണം വേദവചരണയുഗം. ശ്രീ പരമേശ്വരി ശ്രീ രാജരാജ ശരണം വേദവചരണയുഗം. ശ്രീഹരസുന്ദരി ശ്രീ ശിവനന്ദിനി ശരണം വേദവചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം വേദവചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം വേദവചരണയുഗം. ശ്രീഭുവനേശ്വരി രാജരാജേശ്വരി ശരണം വേദവചരണയുഗം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭക്തന്മാർ അവരുടേതായ വഴിപാട് ചെയ്തതിൻ്റെ പ്രസാദമൊക്കെ തിരക്ക് കൂട്ടാതെ വാങ്ങിച്ചു പോകാൻ താല്പര്യപ്പെടും.